രാവിലെ തന്നെ അടുക്കളപ്പണി മൊത്തം തീർത്തേച്ചും നേർച്ച സദ്യ കഴിക്കാൻ വേണ്ടി പോവാന്നാണ് വിചാരിച്ചത്. പക്ഷെ ഒന്നും നടന്നില്ല. ഇപ്പൊ ദേ ഉച്ച കഴിഞ്ഞിട്ടാണ് കഞ്ഞി വെക്കാൻ പോലും അടുക്കളയിലോട്ട് കയറണത്. അപ്പൊ ദേ കഞ്ഞിക്ക് വെള്ളം വെച്ചിട്ടുണ്ട്, ഒപ്പം അരിയും കഴുകി ഇടുന്നുണ്ട് കേട്ടോ. അപ്പൊ നമുക്കേ അന്ന് വാങ്ങിയ കേരമീൻ ഒരു ഇച്ചിരിയും കൂടി ഇരിപ്പുണ്ട് കേട്ടോ. അത് മാത്രമേ ഉള്ളൂ. അതോടുകൂടി നമ്മുടെ കേരമീന്റെ പണി കഴിഞ്ഞ്. അപ്പൊ അതിന്റെ ആയുസൊക്കെ പോകുന്ന നേരം കൊണ്ട് നമുക്കൊരു ക്യാബേജ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പൊ അത് നമുക്ക് പീരോതിക്ക് എടുക്കാം. അപ്പൊ ഞാൻ ദേ അത് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞായിട്ട് കൊത്തി അരിഞ്ഞെടുക്കുന്നുണ്ടേ. അപ്പൊ ഞാൻ മീനെ മുളക് കറിയാണ് വയ്ക്കണത്. അപ്പൊ ചാറൊന്നും ഒരുപാട് വെക്കാതെ ഒന്ന് വറ്റിച്ചിട്ടാണ് എടുക്കണത്. അപ്പൊ ഒന്ന് മോരും കൂടെ കാച്ചാന്ന് കരുതിയിട്ട് മോര് കാച്ചാനും മീൻകറിക്ക് വേണ്ടിയുള്ള വെളുത്തുള്ളി, ഇഞ്ചി, ഉള്ളി, പച്ചമുളക് എല്ലാം നന്നാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ടേ. അങ്ങനെ പിന്നെ ക്യാബേജ് താളിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ ചിരവി എടുക്കാമല്ലോ എന്ന് ഓർത്തപ്പോഴത്തേക്കും ദേ കിടക്കണം. തേങ്ങ പൊട്ടിച്ചപ്പോഴത്തേക്കും അത് കഴന്നിങ്ങ് പോന്നു. പക്ഷെ ഞാൻ വിട്ടു കൊടുക്കുമോ? ഞാനത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്ത് മിക്സിയുടെ ജാറിൽ ഒന്ന് കറക്കി എടുത്ത് കേട്ടോ. എന്നിട്ട് ക്യാബേജിനകത്തോട്ട് തേങ്ങ ചേർത്ത് കൊടുത്തു. പിന്നെ വെളുത്തുള്ളിയും ജീരകവും ഒരു കുഞ്ഞ് സവോള, പച്ചമുളക്, കറിവേപ്പില, ഉപ്പ്, മഞ്ഞൾ പൊടിയൊക്കെ ഇട്ട് നന്നായിട്ട് അത് തിരുമ്മി നമുക്കിനി താളിക്കാൻ വെക്കാവേ. അപ്പൊ മോര് കാച്ചണതും ക്യാബേജ് താളിക്കണതും ഒപ്പാക്കാന്ന് കരുതിയിട്ട് 2 കറച്ചട്ടി മടപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരേപോലെ ചൂടായി വന്നപ്പോഴത്തേക്കും രണ്ടിലും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. മോര് കാച്ചാനുള്ള എണ്ണ ചൂടായി വന്നപ്പോഴത്തേക്ക് അതിലോട്ട് കടുക്, ഉലുവ, ഉണക്കമുളക്, ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇട്ട് വഴറ്റാനിട്ടിട്ടുണ്ട്. ഒരു അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പുറത്തെ ക്യാബേജിന് കടുക് പൊട്ടിച്ച് ഉണക്കമുളകും കറിവേപ്പില ഇട്ട ശേഷം അതിനകത്തോട്ട് നമ്മൾ ആ തിരുമ്മി വെച്ചിരിക്കുന്ന ക്യാബേജും കൂടെ ചേർത്ത് തട്ടിപ്പൊത്തി അടച്ചു വെച്ചിട്ടുണ്ട്. വേണ്ടിയിട്ടുള്ള ഉള്ളിയെല്ലാം നല്ലതുപോലെ മൂത്ത് വന്നപ്പോഴത്തേക്ക് അതിലോട്ട് മഞ്ഞൾ പൊടിയും മുളക് പൊടിയും ചേർത്ത് മൂപ്പിച്ച് നമ്മുടെ തൈരില്ലേ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കലക്കിയെടുത്ത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് അത് അടുപ്പത്ത് നിറക്കി വെക്കട്ടെ, അല്ലെങ്കിൽ പിന്നെ അത് അവിടെ ഇരുന്ന് അത് തിളച്ച് പിരിഞ്ഞങ്ങ് പോകും. അങ്ങനെ മോര് കാച്ചിയതും ക്യാബേജും റെഡിയായി. അപ്പോഴത്തേക്കും മീനിന്റെ ഐസ് എല്ലാം പോയപ്പോഴത്തേക്കും ഞാൻ മീൻകറി വെക്കാനുള്ള ചട്ടി അടുപ്പത്ത് വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു, അല്പം ഉലുവ പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് ഉള്ളി ചതച്ചതും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലും ഇട്ട് വഴറ്റാനിട്ടുണ്ട്. അത് വഴണ്ട് വരുമ്പോഴത്തേക്കും പൊടികളൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മുളക് പൊടിയും മഞ്ഞൾ പൊടിയും ഒരല്പം മല്ലിപ്പൊടിയും ചേർത്ത് മൂപ്പിച്ച് പുളിവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിന്റെ എണ്ണയൊന്ന് തെളിഞ്ഞു വന്നപ്പോഴത്തേക്കും ചാറിന് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുത്ത് ഉപ്പ് ഇട്ട് അടച്ചു വെച്ച് തിള വന്നപ്പോഴത്തേക്കും മീൻ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതവിടെ ചെറുതീയിലാക്കി വെച്ചിട്ടുണ്ട്. പായസം കൊണ്ടുവന്നപ്പോൾ തുടങ്ങി ആമിക്കുട്ടി പുറകെ നടന്ന് ചോദിച്ചിടക്കാനുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ എന്റെ പണികളൊക്കെ കഴിയട്ടെ എന്നിട്ട് തരാം. എന്നിട്ട് ഞാൻ പിന്നെ വൈകിട്ടായപ്പോഴത്തേക്കും ചായ വെച്ചില്ല. ചായക്ക് പകരം എല്ലാവർക്കും അങ്ങ് ഒരു ഗ്ലാസ് പായസം കൊടുത്തു. ഗ്ലാസ്സിലോട്ട് ഒഴിക്കാൻ നോക്കിയിട്ടേ പറ്റുന്നുണ്ടായിരുന്നില്ല. കട്ട പിടിച്ചു പോയി. പിന്നെ ഞാൻ സ്പൂൺ കൊണ്ടിട്ട് 5 ഗ്ലാസ്സിലും ആക്കി എടുത്തിട്ടുണ്ട്. കൊടുത്ത് അതിനുശേഷം ഞാനൊരു ഗ്ലാസ് അവിടെ ഇരുന്ന് തന്നെ കുടിച്ചു കേട്ടാ. എന്നിട്ട് പിന്നെ നമ്മുടെ മീൻകറിയുടെ ഉപ്പും പുളിയൊന്നും ഞാൻ നോക്കാൻ നിന്നില്ല. കാരണം നല്ല കട്ട മധുരമല്ലേ കഴിച്ചേക്കണത്. മീൻകറി ചാറൊക്കെ നല്ലതുപോലെ കുറുകി എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ തീ ഓഫ് ആക്കുന്നതിന് മുൻപായിട്ട് തടത്തോണി പിടിച്ച് ചട്ടി ഒന്ന് ചുറ്റിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ കറികളൊക്കെ വെക്കുന്ന ഇടയിൽ തന്നെ ഞാൻ പാത്രങ്ങളൊക്കെ എല്ലാം അപ്പൊ തേച്ച് കഴുകുന്നുണ്ടായിരുന്നിട്ട്. ഇനിയിപ്പോ ആ ചോറും കൂടെ ഒന്ന് അടച്ചിട്ടുണ്ടെങ്കിൽ എന്റെ അടുക്കളപ്പണി മൊത്തവും കഴിയും. അപ്പൊ അത്ര ഉള്ളട്ടാ.